ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പൊറോട്ടൻ ബീഫ് ആണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതെങ്ങനെയാന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് അമ്മ പറഞ്ഞുതരും. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 4 കപ്പ് മൈദ, അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഉപ്പ്, കുറച്ച് പാല്, ഒരു മുട്ട എല്ലാം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു ഡോ ആയി വന്നു കഴിഞ്ഞ ശേഷം നമ്മളത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് നീഡ് ചെയ്യുക. ഒരു 10 മിനിറ്റോടെ നമ്മളത് നീഡ് ചെയ്യണം. അതിനകത്താണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതിനുശേഷം ഒരു ബൗളിൽ തന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഡോ അതിനകത്ത് വെച്ച് ഒരു നനഞ്ഞ തുണി കൊണ്ട് പതുക്കൊന്ന് കവർ ചെയ്ത് ഒരു ½ ആൻ അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനിയും നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ബീഫ് കറിയിലേക്ക് പോവാം. അതിനായിട്ട് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, സവോളയും ചുവന്നുള്ളിയും അരിഞ്ഞതും ഉണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്ത് കുക്കറിൽ വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ സവോളയും ചുവന്നുള്ളിയും അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു കുറച്ച് നേരം നന്നായി വഴറ്റണം. അതൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞത് അതിൽ ചേർത്ത് നന്നായി വഴറ്റുക. അത് നന്നായി വഴന്നതിന് ശേഷം നമ്മളുടെ ബീഫിലേക്ക് അത് ആഡ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് അടച്ച് നമ്മൾ കുക്കറിൽ വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 3 വിസിൽ, നമുക്ക് സ്ലോ കുക്കാണ് നല്ലത്. ആദ്യത്തെ വിസിൽ വന്നിട്ട് നമുക്ക് കുറച്ച് നേരം അത് ഫ്ലെയിം കുറച്ചിടാം. അതിനുശേഷം അത് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിനി അടുത്ത നമ്മുടെ പൊറോട്ടയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ അത് ഓരോ ബൗളുകളായിട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചേക്കുക. അതിനുശേഷം ആ കൗണ്ടർ ടോപ്പിൽ ഓരോ ബോളും എടുത്ത് പരത്തി അതിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് പൊടിയും തൂത്തിട്ട് കത്തിക്ക് നന്നായി ഇങ്ങനെ ഓരോ വരഞ്ഞ് സൈഡിൽ നിന്ന് അപ്പുറത്തെ 2 സൈഡുകളിൽ നിന്നും ചേർത്ത് വെച്ച് ഇങ്ങനെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അത് നന്നായി പരത്തി അതിനുശേഷം നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് വേണം നമ്മൾ പരത്തിയിട്ട് ഇങ്ങനെ ചുടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് കറിയും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എല്ലാ പൊറോട്ടയും കൂടി നമ്മളിങ്ങനെ അടുക്കില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ ആ നൂലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അങ്ങനെ നമ്മുടെ പൊറോട്ടയും ബീഫും അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതിന് ടേസ്റ്റിംഗ് ആണ്. ആൻഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ആ ഫുഡ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ആൻഡ് എങ്ങനെയുണ്ടെന്ന് പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, ബൈ.